ഹലോ, വെൽക്കം ടു മാക്സിയോൺ. IIT ജാം 2025 നമുക്ക് ലീനിയർ ഓൾജിബ്രയിൽ ചോദിച്ചിട്ടുള്ള 2 ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു പാർട്ട് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ലീനിയർ ഓൾജിബ്രയിൽ നിന്ന് ചോദിച്ചിട്ടുള്ള നമുക്ക് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ റിലേറ്റഡ് ആയിക്കൊണ്ടും അതേപോലെ തന്നെ സിസ്റ്റം ഓഫ് ഇക്വേഷൻ റിലേറ്റഡ് ആയിക്കൊണ്ടുമുള്ള 2 ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതിൽ ഒന്നാമത്തെ ചോദ്യം നോക്കാം. ലെറ്റ് ടി ഫ്രം P2 of R to P2 of R be the linear transformation defined by T of P of X is equal to P of X plus 1 for all P of X belongs to P2 of R. അതായത് ഇവിടെ നമുക്ക് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് P2 of R ൽ നിന്നും, അതായത് പോളിനോമിയൽ ഓഫ് ഡിഗ്രി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ൽ നിന്നും പോളിനോമിയൽ ഓഫ് ഡിഗ്രി ലെസ് ദാൻ ഈക്വൽ ടു 2ലേക്കുള്ള ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് T of P of X is equal to P of X plus 1 എന്നുള്ള ഒരു നമ്മുടെ ഡെഫിനിഷനാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ പറഞ്ഞിട്ടുള്ളൊരു കാര്യം, എം എന്ന് പറയുന്നത് ടിയുടെ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ ആണെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു ദ ഓർഡേർഡ് ബേസിസ് 1x അതായത് 1x എന്നുള്ള ഈ ഒരു ഓർഡേർഡ് ബേസിസിനെ ബേസ് ചെയ്തുകൊണ്ട് ഉള്ള ലീനിയർ ട്രാൻസ്ഫോർമേഷൻ്റെ മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ ആണ് ക്യാപിറ്റൽ എം. അങ്ങനെയാണെങ്കിൽ എമ്മിൻ്റെ ഡിറ്റർമിനൻ്റ് എന്താണ്, റാങ്ക് എന്താണ്, നള്ളിറ്റി എന്താണ്, എയ്ഗൻ വാല്യൂ എന്താണെന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ ഈ P2 of R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം പോളിനോമിയൽ ഓഫ് ഡിഗ്രി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആണ്. അപ്പോൾ പോളിനോമിയൽ ഓഫ് ഡിഗ്രി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് പറയുമ്പം അതിൻ്റെ ഓർഡേർഡ് ബേസിസ് ആയിട്ട് നമുക്ക് വരുന്ന സ്റ്റാൻഡേർഡ് ബേസിസ് ആണ് 1x എന്ന് പറയുന്നത്. അതായത് P2 of Rൻ്റെ നമ്മുടെ ഓർഡേർഡ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ബേസിസ് ആണ് നമുക്ക് 1x വരുന്നുണ്ടാവാം. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ തന്നിരിക്കുന്ന ട്രാൻസ്ഫോർമേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ T of P of X ഈക്വൽ ടു P of X plus 1 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഫസ്റ്റ് എലമെൻറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ, അതായത് ബേസിസിനകത്തുള്ള ഫസ്റ്റ് എലമെൻറ്റ് നമ്മൾ നോക്കുമ്പം നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള P of Xകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ P of X ഈക്വൽ ടു 1, P of X ഈക്വൽ ടു X ആൻഡ് P of X ഈക്വൽ ടു X സ്ക്വയർ എന്ന് പറയുന്ന ഈ 3 പോളിനോമിയൽസ് ആണ് നമുക്കുള്ളത്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ T of P of X എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് 1 കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് വരുന്ന എന്തായിരിക്കും, T of 1 ആയിരിക്കും. അപ്പോൾ നമ്മുടെ ട്രാൻസ്ഫോർമേഷൻ പറയുന്നത് T of P of X എന്ന് പറയുന്നത് P of X plus 1 ആണ്. അപ്പോൾ 1 എന്ന് പറയുമ്പോൾ P of Xും P of X plus 1ഉം എന്ത് തന്നെയായിരിക്കും, 1 തന്നെയായിരിക്കും, കാരണം കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട്. അപ്പോൾ അത് ഈക്വൽ ടു 1 എന്ന് പറയാം. ഈ 1നെ നമുക്ക് നമ്മുടെ ഈ ഒരു സ്റ്റാൻഡേർഡ് ബേസിസിൻ്റെ ടേംസിൽ എങ്ങനെ എഴുതാൻ പറ്റും, 1 × 1 പ്ലസ് 0 × X പ്ലസ് 0 × X² എന്ന് എഴുതാനായിട്ട് പറ്റുന്നുണ്ടാവും. ഇനി രണ്ടാമത്തെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ രണ്ടാമത്തെ നമുക്ക് വരുന്ന എന്തായിരിക്കും, T of X ആയിരിക്കും നമുക്ക് വരുന്നുണ്ടാവുക. അപ്പോൾ T of X എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ട്രാൻസ്ഫോർമേഷൻ പ്രകാരം P of X, അതായത് T of P of X P of X plus 1 ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ P of X plus 1 എന്ന് പറയുന്നത് X plus 1 തന്നെയായിരിക്കും. അപ്പോൾ നമുക്ക് X plus 1നെ നമുക്ക് എങ്ങനെ എഴുതാം, നമ്മുടെ ഓർഡേർഡ് ബേസിസിൻ്റെ ടേംസിൽ നമുക്ക് 1 × 1 പ്ലസ് 1 × X പ്ലസ് 0 × X² എന്നുള്ള രീതിയിൽ എഴുതാനായിട്ട് പറ്റുന്നുണ്ടാവും. ഇനി നമുക്ക് മൂന്നാമതായിട്ട് നമുക്ക് വരുന്ന എന്താണ്, X² ട്രാൻസ്ഫോർമേഷനാണ് നമുക്ക് കാണേണ്ടത്. X² ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ P of X plus 1 ആണ് നമുക്ക് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ X² എന്തായിരിക്കും, X plus 1 ഹോൾ സ്ക്വയർ ആയിരിക്കും. അപ്പോൾ X plus 1 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വരുന്ന എന്തായിരിക്കും, X² പ്ലസ് 2x plus 1 ആയിരിക്കും. അതായത് നമ്മുടെ സ്റ്റാൻഡേർഡ് ബേസിസിൻ്റെ ടേംസിൽ എഴുതുന്ന സമയത്ത് നമുക്ക് എന്ത് എഴുതാം, 1 × 1 പ്ലസ് 2 × X പ്ലസ് 1 × X² എന്നായിരിക്കും വരുന്നുണ്ടാവുക. ഇനി നമുക്ക് ഈ കോഎഫിഷ്യൻസുകൾക്ക് കറസ്പോണ്ടിങ് ആയിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ നമുക്ക് എഴുതാം. അപ്പോൾ മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ എഴുതുന്ന സമയത്ത് M ഈക്വൽ ടു നമ്മൾക്ക് ഫസ്റ്റ് 1 കറസ്പോണ്ടിങ് ആയിട്ട് എന്താണ് വരുന്നത്, 1 0 0 അല്ലേ, കോൺസ്റ്റൻറ്റ് ടേം 1 ആണ്, X ടേം 0 ആണ്, X² ടേം X0 ആണ്. ഇനി അടുത്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ 1 1 0 ആയിരിക്കും. മൂന്നാമതായിട്ട് നമുക്ക് വരുന്ന എന്തായിരിക്കും, 1 2 1 ആയിരിക്കും നമുക്ക് വരുന്നുണ്ടാവുക. ഈ ഒരു മെട്രിക്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു മെട്രിക്സ് ഒരു ലോവർ ട്രയാങ്കുലർ ആയിട്ടുള്ള മെട്രിക്സ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ട്രാൻസ്ഫോർമേഷന് കറസ്പോണ്ടിങ് ആയിക്കൊണ്ട് നമുക്ക് വന്നിട്ടുള്ള മെട്രിക്സ് എന്ന് പറയുന്ന ഒരു ലോവർ ട്രയാങ്കുലർ മെട്രിക്സ് ആണ്. ഒരു ലോവർ ട്രയാങ്കുലർ മെട്രിക്സിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, നമുക്ക് അതിൻ്റെ ഡയഗണൽ എൻട്രീസുകളുടെ പ്രൊഡക്റ്റ് ആയിരിക്കും ഡിറ്റർമിനൻ്റ് ആയിട്ട് വരുന്നുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിറ്റർമിനൻ്റ് ഓഫ് M എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയഗണൽ എൻട്രീസുകൾ എന്തൊക്കെയാണ്, 1 1 1 ആണ് ഡയഗണൽ എൻട്രീസുകൾ. സോ 1 × 1 × 1 നമുക്ക് 1 ആയിരിക്കും ഡിറ്റർമിനൻ്റ് കിട്ടുന്നുണ്ടാവുക.
അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ ഓപ്ഷൻ നമുക്ക് ഫോൾസ് ആണെന്ന് പറയാം. കാരണം അവിടെ പറഞ്ഞിട്ടുള്ളത് ഡിറ്റർമിനൻ്റ് ഓഫ് M2 ആണെന്നാണ്. അത് റോങ് ആണ്. നമുക്ക് ഡിറ്റർമിനൻ്റ് വരുന്നത് എന്തായിരുന്നു? 1 ആണ് നമുക്ക് വരുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ റാങ്ക് നമുക്ക് നോക്കാം. ഇവിടെ ഡിറ്റർമിനൻ്റ് എന്താണ്? 1 ആണ്, നോട്ട് ഈക്വൽ ടു 0 ആണ്. അതിനർത്ഥം ഈ മെട്രിക്സ് എന്താണ്? ഒരു നോൺ സിംഗുലർ മെട്രിക്സ് ആണെന്ന് നമുക്ക് പറയാം. ഒരു നോൺ സിംഗുലർ മെട്രിക്സിനെ സംബന്ധിച്ചിടത്തോളം ആ മെട്രിക്സിൻ്റെ റാങ്ക് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഫുൾ റാങ്ക് ആയിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഫുൾ റാങ്ക് വരുന്നത് കൊണ്ട് തന്നെ ഇവിടെ റാങ്ക് ഓഫ് M എന്ന് പറയുന്നത് എത്രയായിരിക്കും? നമ്മുടെ ഫുൾ റാങ്ക് 3/3 മെട്രിക്സ് ആണ്, സ്ക്വയർ മെട്രിക്സ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഫുൾ റാങ്ക് എന്ന് പറയുന്നത് 3 ആയിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ ഓപ്ഷൻ നമുക്ക് ഫോൾസ് ആണെന്ന് പറയാൻ പറ്റും. ഇവിടെ റാങ്ക് ഓഫ് M എന്ന് പറയുന്നത് 3 ആണ്, 2 അല്ല. സോ ഓപ്ഷൻ ബി നമുക്ക് ഒഴിവാക്കാം. മൂന്നാമതായിട്ട് നമുക്ക് ഈഗൻ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഈഗൻ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? ഒരു അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് അല്ലെങ്കിൽ ലോവർ ട്രയാങ്കുലർ മെട്രിക്സ്, എനി ഓഫ് ദ ട്രയാങ്കുലർ മെട്രിക്സുകൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഈഗൻ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡയഗണൽ എൻട്രീസുകളിലുള്ള എലമെൻസുകളായിരിക്കും. അപ്പോൾ ഇവിടെ നമ്മുടെ ഈഗൻ വാല്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഡയഗണൽ എൻട്രീസുകളിലുള്ളത് ഏതൊക്കെയാണ്? 1 1 1 ആണ് നമ്മുടെ ഡയഗണൽ എൻട്രീസുകളായിട്ട് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈഗൻ വാല്യൂ 1 ആണ്. അപ്പോൾ 1 മാത്രമായിരിക്കും ഇതിൻ്റെ ഈഗൻ വാല്യൂ വരുന്നുണ്ടാവുക. 1 ഈസ് ദ ഈഗൻ വാല്യൂ വിത്ത് ഓൾജിബ്രൈക് മൾട്ടിപ്ലിസിറ്റി എത്രയായിരിക്കും? 3 ആയിരിക്കും നമുക്ക് വരുന്നുണ്ടാവുക. സോ ഓപ്ഷൻ സി ട്രൂ ആണെന്ന് പറയാം. ആൻഡ് ഫൈനലി നമുക്ക് എന്താണ്? നള്ളിറ്റിയും കൂടെ കണ്ടുപിടിക്കണം. അപ്പോൾ നള്ളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് റാങ്കിൽ നിന്ന്, അതായത് നമ്പർ ഓഫ് 0 റോസ് ആണ്. ഇവിടെ ഒരു n/n മെട്രിക്സ് ആയതുകൊണ്ട് തന്നെ, ഒരു 3/3 മെട്രിക്സ് ആയതുകൊണ്ട് തന്നെ നമ്പർ ഓഫ് 0 റോസ് നോക്കിയാൽ മതി. അതേപോലെ തന്നെ റാങ്ക് എന്ന് പറയുന്നത് എത്രയാണ്? 3 ആണ്. നമുക്കറിയാവുന്ന ഒരു കാര്യം, റാങ്ക് ഓഫ് ടി പ്ലസ് നള്ളിറ്റി ഓഫ് ടി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡയമെൻഷൻ ഓഫ് വി ആയിരിക്കും. അപ്പോൾ റാങ്ക് എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി 3 കിട്ടിയിട്ടുണ്ട്. നള്ളിറ്റി നമുക്ക് അവിടെ വെക്കാം. ആൻഡ് ഡയമെൻഷൻ എന്ന് പറയുന്നത് എത്രയായിരിക്കും? നമുക്ക് 3 ആണ്. സോ നള്ളിറ്റി എന്ന് പറയുന്നത് നമുക്ക് എത്രയാണ്? 0 ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. അല്ലെങ്കിൽ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫുൾ റാങ്ക് ആയതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് നള്ളിറ്റി ഉണ്ടാവില്ല. നള്ളിറ്റി നമുക്ക് 0 ആയിരിക്കും. സോ ഓപ്ഷൻ ഡിയും നമുക്ക് ഫോൾസ് ആണ്. നള്ളിറ്റി 0 ആയിരിക്കും നമുക്ക് വരുന്നുണ്ടാവുക. അപ്പോൾ ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനകത്ത് നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് കിട്ടുന്നുണ്ടാവുക. ഇനി നമുക്ക് അടുത്തൊരു ചോദ്യം നോക്കാം. നമുക്ക് സിസ്റ്റം ഓഫ് ഇക്വേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ളൊരു ചോദ്യമാണ്. ലെറ്റ് M ഈക്വൽ ടു 6 2 - 6 8 5 3 - 9 8 3 1 - 2 4 ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻ നമുക്ക് അവിടെ വരുന്നുണ്ട്. ആ സിസ്റ്റം ഓഫ് ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ ആ സിസ്റ്റം ഓഫ് ഇക്വേഷൻ്റെ കോഎഫിഷ്യൻസുകൾ, അതായത് x1 x2 x3 x4ൻ്റെ കോഎഫിഷ്യൻസുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് നമുക്ക് M എന്ന് പറയുന്ന മെട്രിക്സ് വരുന്നത്. അതായത് നമുക്കിവിടെ mx ഈക്വൽ ടു b എന്നുള്ള ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷനാണ് നമുക്ക് അവിടെ വരുന്നത്. ഈ ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ M കറസ്പോണ്ടിങ് ആയിട്ട് ഇതിൻ്റെ കോഎഫിഷ്യൻ മെട്രിക്സ് നമുക്ക് ഓൾറെഡി തന്നിട്ടുള്ള മെട്രിക്സ് ആണ്. അതേപോലെ തന്നെ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ബി എന്ന് പറയുന്നത് നമ്മുടെ റൈറ്റ് ഹാൻഡ് സൈഡ് എന്ന് പറയുന്ന 8 16 32 എന്ന് പറയുന്ന ഈ ഒരു കോളം വെക്ടറാണ് നമുക്ക് വരുന്നത്. ഇവിടെ ചോദിച്ചിട്ടുള്ളത്, ഇവിടെ നമുക്ക് 4 അൺനോൺസുകളാണ് ഉള്ളത്. ഈ എമ്മിൻ്റെ റാങ്ക് 3 ആണോ 2 ആണോ എന്ന് കണ്ടുപിടിക്കണം. അതേപോലെ തന്നെ ഈ തന്നിരിക്കുന്ന സിസ്റ്റം ഓഫ് ഇക്വേഷന് സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നാണ് നമുക്ക് നോക്കേണ്ടത്. ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻ AX ഈക്വൽ ടു ബി എന്ന് പറയുന്ന, ഇപ്പം നമുക്ക് ഈ ഒരു കേസിൽ നമുക്ക് MX ഈക്വൽ ടു ബി എന്ന് പറയാം. MX ഈക്വൽ ടു ബി എന്ന് പറയുന്ന സിസ്റ്റം ഓഫ് ഇക്വേഷന് നമുക്ക് റാങ്ക് ഓഫ് M ഈക്വൽ ടു റാങ്ക് ഓഫ് ഓഗ്മെൻറ്റഡ് മെട്രിക്സ് MB ഈക്വൽ ടു നമ്പർ ഓഫ് അൺനോൺസ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? അവിടെ നമുക്ക് യുണീക്ക് സൊല്യൂഷൻ ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നുണ്ടാവും. പക്ഷേ ഇവിടെ നമുക്ക് യുണീക്നെസ് ഒന്നും ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല. അതായത് സൊല്യൂഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് മാത്രം നമ്മൾ നോക്കിയാൽ മതി. അതായത് ഈ തന്നിരിക്കുന്ന സിസ്റ്റം ഓഫ് ഇക്വേഷൻ കൺസിസ്റ്റൻ്റ് ആണോ അല്ലയോ എന്ന് മാത്രം നമ്മൾ നോക്കിയാൽ മതി. അപ്പോൾ കൺസിസ്റ്റൻസി നമുക്ക് പറയാൻ പറ്റുന്നത് റാങ്ക് ഓഫ് എമ്മും റാങ്ക് ഓഫ് ഓഗ്മെൻറ്റഡ് മെട്രിക്സ് AB-യും ഈക്വൽ ആയാലാണ് നമുക്കവിടെ കൺസിസ്റ്റൻ്റ് ആവുന്നത്. അപ്പോൾ ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻ കൺസിസ്റ്റൻ്റ് ആവുന്ന എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റാങ്ക് ഓഫ് M റാങ്ക് ഓഫ് ഓഗ്മെൻറ്റഡ് മെട്രിക്സ് MB നമുക്ക് എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. അത് നോട്ട് ഈക്വൽ ടു നമ്പർ ഓഫ് അൺനോൺസ് ആണെങ്കിൽ, നമ്മൾ ഈക്വൽ ടു നമ്പർ ഓഫ് അൺനോൺസ് ആണെങ്കിൽ അവിടെ യുണീക്ക് സൊല്യൂഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നോട്ട് ഈക്വൽ ടു നമ്പർ ഓഫ് അൺനോൺസ് ആണെങ്കിൽ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് ആയിരിക്കും നമുക്ക് വരുന്നുണ്ടാവുക. ആൻഡ് അടുത്തൊരു കേസ് നമ്മൾ നോക്കുമ്പോൾ റാങ്ക് ഓഫ് M നോട്ട് ഈക്വൽ ടു റാങ്ക് ഓഫ് ഓഗ്മെൻറ്റഡ് മെട്രിക്സ് MB ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം?
ഈ തന്നിരിക്കുന്ന സിസ്റ്റം ഓഫ് ഇക്വേഷന് സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുന്നുണ്ടാവും. അപ്പോൾ നമ്മുടെ കേസിൽ നമുക്കിത് കൺസിസ്റ്റൻ്റ് ആണോ ഇൻകൺസിസ്റ്റൻ്റ് ആണോ എന്ന് മാത്രം നോക്കിയാൽ മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് നോക്കണം? റാങ്ക് ഓഫ് എമ്മും റാങ്ക് ഓഫ് ഓഗ്മെന്റഡ് മെട്രിക്സ് എം ബിയും ഈക്വൽ ആണോ അല്ലയോ എന്ന് മാത്രമാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടുന്നുണ്ടാവും? റാങ്ക് ഓഫ് എം നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്നുണ്ടാവും. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഓഗ്മെന്റഡ് മെട്രിക്സ് എം ബി എഴുതാം. എം ബി എന്ന് പറയുന്ന ഓഗ്മെന്റഡ് മെട്രിക്സ് നമ്മൾ എഴുതി കഴിഞ്ഞാൽ നമുക്ക് എം എന്ന് പറയുന്ന മെട്രിക്സ് എന്താണ്? 6 2 -6 8 5 3 -9 8 ആൻഡ് 3 1 -2 4 വരുന്നുണ്ടാവും. പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് എന്തായിരിക്കും? ബി എന്ന് പറയുന്ന വെക്ടർ 8 16 32 നമുക്ക് വരുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ ട്രാൻസ്ഫോർമേഷൻ നമുക്ക് നടത്താം. അപ്പോൾ നമ്മുടെ എലിമെൻ്ററി റോ ഓപ്പറേഷൻസ് നടത്തി കഴിഞ്ഞാൽ നമുക്ക് ആദ്യത്തിൽ നമുക്ക് R1നെ R1/6 ചെയ്യാം. R1/6 ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മെട്രിക്സ് എന്ത് വരുന്നുണ്ടാവും? 6 2 -6 8 സോറി നമുക്കവിടെ എന്ത് വരുന്നുണ്ടാവും? നമുക്ക് എല്ലാം നമുക്ക് 1/6 കൊണ്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് 1/6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് 1 1/3 -1 4/3 ആൻഡ് 4/3 വരുന്നുണ്ടാവും. പിന്നെയോ നമുക്ക് ബാക്കിയുള്ളിടത്ത് നമുക്ക് ചേഞ്ചുകളൊന്നും വരുന്നില്ല. അപ്പോൾ ബാക്കിയുള്ള റോസ് നമുക്ക് അതേപോലെ തന്നെ നമുക്ക് അവിടെ വെക്കാം. ഇനി നമുക്ക് അടുത്തൊരു ഓപ്പറേഷൻ ആയിട്ട് എന്ത് ചെയ്യാം? നമുക്ക് രണ്ടാമത്തെ റോയിൽ, അതായത് സെക്കൻഡ് റോയിൽ നമുക്ക് എന്ത് ചെയ്യാം? R2 - 5 R1 ചെയ്യാം. അതേപോലെ തന്നെ തേർഡ് റോയിൽ നമുക്ക് എന്ത് ചെയ്യാം? R3 - 3 R1 നമുക്ക് ചെയ്യാം. അത് രണ്ടും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു മെട്രിക്സ് നമുക്ക് എങ്ങനെ മാറുന്നുണ്ടാവും? ഫസ്റ്റ് റോയിൽ നമുക്ക് ചേഞ്ചസ് ഒന്നും വരുന്നില്ല. സെക്കൻഡ് റോയിൽ നമുക്ക് R2 - 5 R1 ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 0 4/3 -4 4/3 ആൻഡ് 28/3 ആൻഡ് R3യിൽ നമുക്ക് R3 - 3 R1 ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നുണ്ടാവുക 0 0 1 0 28 എന്നാണ് നമുക്ക് കിട്ടുന്നുണ്ടാവുക. ഈ ഒരു മെട്രിക്സിൻ്റെ ഒരു പൊസിഷനിങ് നമ്മൾ ആദ്യം നോക്കാം. ഈ ഒരു മെട്രിക്സിൻ്റെ പൊസിഷനിങ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് വരുന്നത് ഈ എം എന്ന് പറയുന്ന ഈ ഒരു പാർട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് എങ്ങനെ നമ്മൾ ഇനി അടുത്തൊരു ട്രാൻസ്ഫോർമേഷൻ നമ്മൾ എങ്ങനെ ചെയ്തു കഴിഞ്ഞാലും ഇതിൽ നമുക്ക് ഫ്രാക്ഷൻസ് ഒഴിവാക്കാൻ നമുക്ക് ഫസ്റ്റ് റോയിൽ നമുക്ക് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയും അതേപോലെ തന്നെ സെക്കൻഡ് റോയിൽ നമുക്ക് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് ഏകദേശം നമുക്ക് ഈ ഒരു രീതിയിലായിരിക്കും നമുക്ക് വരുന്നുണ്ടാവുക. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഇനി എന്ത് ചെയ്തു കഴിഞ്ഞാലും, അതായത് എന്ത് ഓപ്പറേഷൻസ് നമ്മൾ നടത്തി കഴിഞ്ഞാലും നമുക്ക് ഈ ഒരു ലാസ്റ്റ് റോ അല്ലെങ്കിൽ സെക്കൻഡ് റോ ഒന്നും നമുക്ക് 0 ആക്കാനായിട്ട് പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം, റാങ്ക് ഓഫ് എം എന്ന് പറയുന്നത് 3 ആണ് ആൻഡ് ദാറ്റ്സ് ഈക്വൽ ടു റാങ്ക് ഓഫ് ഓഗ്മെന്റഡ് മെട്രിക്സ് എം ബി എന്ന് നമുക്ക് പറയാം. കാരണം ഇനി നമ്മൾ എന്ത് ഓപ്പറേഷൻ നമ്മൾ നടത്തി കഴിഞ്ഞാലും ഒരിക്കലും നമുക്ക് തേർഡ് റോ നമുക്ക് 0 ആക്കാനായിട്ട് പറ്റില്ല. കാരണം അങ്ങനെ ഒരു പൊസിഷനിലാണ് ഇവിടെയുള്ള ഈ 1 നിൽക്കുന്നത്. ഈ 1 നമുക്ക് അവസാനത്തേക്കോ അല്ലെങ്കിൽ മേലെ നമുക്ക് ഇതേപോലെ നമുക്ക് ഓപ്പറേഷൻസ് നടത്തി കഴിഞ്ഞാൽ 0 ആവുന്ന രീതിയിലോ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓക്കെ ആയിരുന്നു. പക്ഷേ ഇവിടെ നമ്മൾ എന്ത് ഓപ്പറേഷൻസ് നടത്തി കഴിഞ്ഞാലും ഒന്നെങ്കിൽ നമുക്ക് ഇവിടെയുള്ള 0 മാറിയിട്ട് നോൺ 0 വരും, അപ്പോൾ ഇവിടെ 0 ആവും. പക്ഷേ കാര്യമില്ല, അടുത്തതിൽ ഇതേപോലെയുള്ള മാറ്റങ്ങൾ നമുക്ക് അവിടെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇനി അങ്ങോട്ട് നമുക്ക് എന്ത് ട്രാൻസ്ഫോർമേഷൻ നടത്തി കഴിഞ്ഞാലും റാങ്കിനെ അവിടെ ബാധിക്കുന്നില്ല എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ റാങ്ക് ഓഫ് എമ്മും റാങ്ക് ഓഫ് ഓഗ്മെന്റഡ് മെട്രിക്സ് എം ബിയും 3 ആണ്. അതുകൊണ്ട് നമുക്ക് ഈ റാങ്ക് നമുക്ക് 3 ആണെന്നും ഈ സിസ്റ്റം ഓഫ് ഇക്വേഷന് സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ കൺസിസ്റ്റൻ്റ് ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുന്നുണ്ടാവും. അപ്പോൾ സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുകയും അതിന് റാങ്ക് 3 ആയതുകൊണ്ട് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് കിട്ടുന്നുണ്ടാവുക. അപ്പോൾ ഈ തന്നിരിക്കുന്ന മെട്രിക്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ മെട്രിക്സിൻ്റെ റാങ്കും 3 ആണ്. ഇവിടെ തന്നിരിക്കുന്ന സിസ്റ്റം ഓഫ് ഇക്വേഷൻ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഓഗ്മെന്റഡ് മെട്രിക്സ് എം ബിയുടെയും റാങ്ക് സെയിം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കിവിടെ സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യും. അപ്പോൾ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് കിട്ടുന്നുണ്ടാവുക. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് പറയാം? ഇത് നമ്പർ ഓഫ് അൺനോൺസിനോട് ഈക്വൽ അല്ല, അല്ലേ? ദിസ് ഈസ് നോട്ട് ഈക്വൽ ടു നമ്പർ ഓഫ് അൺനോൺസ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്താണ് കറൻ്റ്ലി ഇവിടെ നമുക്ക് 4 അൺനോൺസുകൾ ഉണ്ട്. x1 x2 x3 x4 എന്ന് പറയുന്ന 4 അൺനോൺസുകൾ അവിടെ ഉണ്ട്. അപ്പോൾ ഈ സൊല്യൂഷൻ്റെ നാച്ചറും കൂടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് ആയിരിക്കും നമുക്ക് വരുന്നുണ്ടാവുക. അപ്പം ഇതാണ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ, അതായത് സിസ്റ്റം ഓഫ് ഇക്വേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ സൊല്യൂഷനായിട്ട് നമുക്ക് വരുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഈ ഒരു പാർട്ട് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് 2 ചോദ്യങ്ങളാണ്. ഒന്ന് ലീനിയർ ട്രാൻസ്ഫോർമേഷനായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള അതിൻ്റെ മെട്രിക്സ് റെപ്രസെൻറ്റേഷനും ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള വളരെ എളുപ്പത്തിലുള്ളൊരു ചോദ്യവും,
അതേപോലെ തന്നെ നമുക്ക് സിസ്റ്റം ഓഫ് ഇക്വേഷനായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ളൊരു ചോദ്യവും. അപ്പോൾ ഈ രണ്ട് ചോദ്യങ്ങളും നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് കിട്ടാവുന്ന ചോദ്യങ്ങളാണ്. അതിൽ രണ്ടാമത്തെ ചോദ്യത്തിൽ നമുക്ക് അവിടെ ട്രാൻസ്ഫോർമേഷൻ നടത്തുമ്പം അവിടെ മാത്രം നമുക്ക് കുറച്ച് ടൈം കൺസ്യൂമിങ് ആണെന്നേ ഉള്ളൂ. ബാക്കി നമ്മുടെ കൺസെപ്റ്റ് വൈസ് നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്കൊന്നുമില്ല, ബേസിക് കൺസെപ്റ്റ് അപ്ലൈ ചെയ്യാൻ മാത്രമേ നമുക്ക് അവിടെ വരുന്നുള്ളൂ. യൂഷ്വലി നമുക്ക് ഈ സിസ്റ്റം ഓഫ് ഇക്വേഷൻ എന്ന് ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ നമുക്ക് ആ ഒരു രീതിയിൽ നമ്മുടെ ആ ഒരു ജസ്റ്റ് കൺസെപ്റ്റുകൾ അറിഞ്ഞാൽ മാത്രം നമുക്ക് ആകെ അറിയേണ്ടത് എപ്പോഴാണ് സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുക, എപ്പോഴാണ് സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യാതിരിക്കുക, അതേപോലെ തന്നെ ആ സൊല്യൂഷൻ്റെ നേച്ചർ മാത്രമാണ് നമുക്ക് സിസ്റ്റം ഓഫ് ഇക്വേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ചോദിക്കാറുള്ളത്. താങ്ക്